ഹിസ്ബുള്ള ഭീകരരെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഖുദ്സ് സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി കൊല്ലപ്പെട്ടെന്ന് സൂചന. വ്യാഴാഴ്ച രാത്രി നടന്ന വ്യോമാക്രമണത്തിന് ശേഷമാണ് ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പസിന്റെ എലൈറ്റ് വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവൻ ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ നേതാവായ ഹാഷിം സഫീദിനെ ലക്ഷ്യമിട്ട് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ടെന്ന സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്. എന്നാൽ ഇറാൻ സർക്കാർ ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയെ വധിച്ച് 2 ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ജനറൽ ഖാനി അവസാനമെത്തിയതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനയി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല. ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയിരുന്നതായി ഇറാനിയൻ അധികൃതർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഖാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഖുദ്സ് സേനയാണ്. ഇറാഖിലെയും സിറിയയിലെയും ഭീകര സംഘടനകൾക്കും ലെബനോനിലെ ഹിസ്ബുള്ള ഭീകരർക്കും യമനിലെ ഹൂതി ഭീകരർക്കും ഗാസയിലെ ഹമാസ് ഭീകരർക്കും പരിശീലനവും ആയുധവും നൽകുന്നത് ഖുദ്സ് സേനയാണ്. 2020 ജനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത്. ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി. ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്.